السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. ആദ്യം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഈമാനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു പറയുകയാണ്, വൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളെല്ലാം, കുല്ലുൻ, അവർ മുഴുവനും, ആമന ബില്ലാഹി വകുതുബിഹി വമലായികത്തിഹി വകുതുബിഹി വറസുലിഹി, അള്ളാഹുവിനെ കൊണ്ടും മലായികത്തിനെ കൊണ്ടും ഗ്രന്ഥങ്ങളെ കൊണ്ടും ദൂതരെ കൊണ്ടും വിശ്വസിച്ചവരാണ്. ഇവിടെ ആദ്യമായി അള്ളാഹുവിനെ കൊണ്ട് എല്ലാവരും വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം അടിസ്ഥാനമാണ്, മാത്രമല്ല അതൊരു റസൂല് ഇല്ലെങ്കിൽ തന്നെ ബുദ്ധിയുള്ള മനുഷ്യന് ഉൾക്കൊള്ളാവുന്നതാണ്. നബിമാരൊന്നും വന്നില്ല എന്ന് കൂട്ടുക, എന്നാലും ഏതൊരു മനുഷ്യനും അവന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവൻ ഏകനാണ് എന്ന കാര്യം. അതിന് റസൂലിന്റെ ആവശ്യമില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് അടിസ്ഥാനമാണ്, അതിന് റസൂലിന്റെ ആവശ്യമില്ല. അതിൽ റസൂല് വന്നിട്ടുണ്ട്, പക്ഷെ റസൂൽ ഇല്ലെങ്കിൽ തന്നെ പ്രപഞ്ചം കണ്ടാൽ ഇതിനൊരു സൃഷ്ടാവുണ്ട്, കർത്താവുണ്ട് എന്നത് ആർക്കും മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഒരു ചിത്രം കണ്ടാൽ കലാകാരനുണ്ട് എന്നുള്ളതിന് വേറെ ആൾ വരെ പറയാണ്, മനോഹരമായ ചിത്രം ഇങ്ങനെ വരഞ്ഞുണ്ട്, അപ്പൊ അതിന്റെ ബാക്കിൽ ഈ ചിത്രം വരച്ചൊരു കലാകാരനുണ്ട് എന്ന് പറയാൻ വേറെ ആൾ, അധ്യാപകന്റെ ആവശ്യമില്ലല്ലോ. കണ്ടവർക്കൊക്കെ അറിയില്ലേ ചിത്രം വരച്ച ഒരാളുണ്ട്, അത് നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമല്ലേ. അതുകൊണ്ടാണല്ലോ ഖുർആൻ മൊത്തം പരിശോധിച്ചാലും അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ആയത്തുകൾ വളരെ കുറവാണ്. അള്ളാഹ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ആയത്തുകൾ വളരെ കുറവാണ്. ഉള്ള ആയത്തുകൾ മൊത്തം അള്ളാഹിന്റെ ഖുദ്റത്തിനെ വിളിച്ചോതുന്നതാണ്. ഉണ്ട് എന്നുള്ള ചെറിയ ചെറിയ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു ഇല്ല, ഒരു സൃഷ്ടാവ് ഇല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് വിലയിരുത്താൻ കഴിയില്ല. ചിത്രം കണ്ടാൽ കലാകാരനില്ല എന്ന് പറയാൻ പറ്റുമോ? കവിത കണ്ടാൽ കവി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മേശ കണ്ടാൽ ആശാരി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഒരു കസേര എങ്ങനെയുണ്ട്, ഈ കസേര കണ്ടാൽ മനസ്സിലാക്കാമല്ലോ ഇത് ഉണ്ടാക്കിയത് ഇതിൻ്റെതായ ഒരാളാന്ന് ഉറപ്പല്ലേ. മിമ്പർ ഇത് ഉണ്ടാക്കിയ ആളുണ്ട് എന്നുള്ളതിന് വേറെ ആളൊന്ന് പറയണം അപ്പൊ എന്നോട്, ഇത് ഉറപ്പല്ലേ ഇത് ഉണ്ടാക്കിയ ആളുണ്ട്. മേശ കണ്ടാൽ ആശാരി ഉണ്ട് എന്ന് ഉറപ്പാവും, പക്ഷെ മേശനെ ആശാരി എന്ന് പറയരുത്. അതാണ് ഇപ്പൊ ചില ആൾക്കാർ ചെയ്യുന്നത്, മേശനെയാണ് ആശാരി എന്ന്. അതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് അള്ളാഹ് എന്ന് പറയുന്നത്, കാണുന്നതൊക്കെ അള്ളാഹ് എന്ന്. മേശ ആശാരിയാവില്ല, മേശയാണ്, ആശാരി ആശാരിയാണ്. മേശ ഉണ്ടെങ്കിൽ ആശാരി ഉണ്ടാവും, അത് ഉറപ്പാണ്. അതിനൊരാൾ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം എന്നത് അടിസ്ഥാനപരമാണ്. പക്ഷെ എന്താണെന്നറിയോ, ഇൽമിന് 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് പഞ്ചേന്ദ്രിയം. പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്. പഞ്ചേന്ദ്രിയം കണ്ണ്, മൂക്ക്, നാവ്, പിന്നെ സ്പർശന അറിവ്. ഇതൊരു മാനദണ്ഡമാണ്. നമ്മളിപ്പോ ഒരു സംഗതി ഇങ്ങനെ കണ്ട അയിമന്നൊരു ഇൽമിട്ടു. പക്ഷെ അത് മാത്രമല്ല, അഖ്ല്, ബുദ്ധി എന്നത് ഇൽമിന്റെ മാനദണ്ഡമാണ്. ഈ പഞ്ചേന്ദ്രിയം ഒന്നുമില്ല അക്കാടഞ്ഞ്, എന്നാലും ബുദ്ധി കൊണ്ട് മനസ്സിലാവും ചില കാര്യങ്ങളൊക്കെ. അതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കോടതി കൂട്ടേണ്ടി വരും. കോടതിയിൽ ജഡ്ജി ഒരു കാര്യം വിധിക്കുന്നത് പഞ്ചേന്ദ്രിയം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. കാരണം ഇയാൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊന്ന സമയത്ത് ജഡ്ജി അവിടെ കണ്ടിട്ടില്ല, ജഡ്ജി മണത്തിട്ടില്ല, ജഡ്ജി പിടിച്ചിട്ടില്ല, ജഡ്ജി ആ കൊലയെ കേട്ടിട്ടില്ല. പിന്നെ ഇയാളെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വിധിക്കുകയാണ്. അപ്പൊ അത് അഖ്ലാണ്. ബുദ്ധി എന്നത് വിജ്ഞാനത്തിന്റെ മാനദണ്ഡമല്ല എന്ന് പറഞ്ഞാൽ സകല കോടതികളും പൂട്ടേണ്ടി വരും. കാരണം അവിടെ വിധിക്കുന്ന ഒരാളും കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ട് വിധിക്കല്ല, കേട്ടതില്ലെന്ന് അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് മനസ്സിലാക്കിയത് പറയാൻ. അതിനാണ് അക്കലിയായ ദലീൽ. അത് ഉറപ്പല്ലേ.
അതിന് പുറമെ വേറൊന്നും കൂടി ഉണ്ട്. അത് ഇസ്ലാമിൽ മാത്രമേ മാനദണ്ഡമായി പറഞ്ഞിട്ടുള്ളൂ, വേറൊരു മതത്തിലോ സയൻസിലോ ഇല്ല. ഏതാണെന്നറിയോ? ഖബർ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ തെറ്റാൻ സാധ്യതയില്ലാത്ത ചരിത്രങ്ങൾ. നമുക്ക് ഏത് കാര്യങ്ങളിലും ചരിത്രം ഉൾക്കൊള്ളും. പക്ഷെ ഇസ്ലാമിനെ പോലെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു തിയറിയും ഒരു വിഭാഗവും ഈ ലോകത്തില്ല. ഇസ്ലാമിൽ ഒരു കാര്യത്തെ അംഗീകരിക്കണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ പോരാ, അതിന് സനദ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഉദാഹരണം സഹീഹ് ബുഖാരി നമ്മൾ കുറെ ദർശനത്തി. എന്താ ആദ്യത്തെ ഹദീസ്? ഹദ്ദസനൽ ഹുമൈദിയ്യു ഹദ്ദസനൽ ഹുമൈദിയ്യു ഹദ്ദസനാ സുഫിയാനു ഹദ്ദസനാ കണ്ടോ? ഹദ്ദസനൽ ഹുമൈദിയ്യു ഹദ്ദസനാ സുഫിയാനു ഹദ്ദസനാ യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി അഖ്ബറനി മുഹമ്മദ് ബിൻ ഇബ്രാഹിം തൈമി അഖ്ബറനി അൽഖമത ബിൻ വഖാസ് ലൈസി അന്നഹു സമിയ. ഇങ്ങനെ പറയാണ്, മനസ്സിലായി? ഹദ്ദസന ഹുമൈദി. ഇമാം ബുഖാരി ഞങ്ങൾ പറയാണ് ഹദ്ദസനൽ ഹുമൈദിയ്യു. ഇതിനോട് ഹുമൈദി എന്നവർ പറഞ്ഞതാണ്. അപ്പൊ ഹുമൈദി എന്നവർ പറയാണ് ഹദ്ദസന സുഫിയാനു. ഇതെന്നോട് സുഫിയാൻ എന്നവർ പറഞ്ഞാണ്. അപ്പൊ അവര് പറയണം ഹദ്ദസന ഇബ്രാഹിം മുഹമ്മദ് ബിൻ ഇബ്രാഹിം തൈമിയു. ഇതെന്നോട് മുഹമ്മദ് ബിൻ ഇബ്രാഹിം തൈമി എന്നവർ പറഞ്ഞാണ്. അക്കാല അവര് പറയാണ് ഹദ്ദസന, അവര് പറയാണ് അന്നഹു സമിഅ അൽഖമതന വഖാസ് ലൈസി. അൽഖമ എന്ന മഹാൻ അവര് കേട്ടു. ആരെ? യഖൂലു. അൽഖമ എന്നവർ പറയുന്നത് കേട്ടു. യഖൂലു, അവര് പറയാണ് സമീഅതു ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് യഖൂൽ പറയുന്നത് ഞാൻ കേട്ടു. അലൽ മിമ്പർ, മിമ്പറിന്റെ മേലെ. എന്തൊരു സൗന്ദര്യാണ് അതിന്! ഖത്താബ് മിമ്പറിന്റെ മേലെ ഇരുന്ന് പറഞ്ഞ ഞാൻ കേട്ടു. എന്ത്? യഖൂൽ, ഖത്താബ് പറയുന്നുണ്ട് സമീഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സത്യത്തിൽ ഇവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ളത് പഠിപ്പിക്കല ഉദ്ദേശം. അതിനൊരു ചങ്ങലം കണ്ടെടുത്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും ലോകത്തൊരു പുസ്തകം ഉണ്ടോ? അപ്പൊ ബുദ്ധൻ പറഞ്ഞു. ആര് കേട്ടു? എവിടെ വെച്ച് കേട്ടു? അയാളോട് ആര് പറഞ്ഞു? ഈ പറഞ്ഞ ആളോട് ആര് പറഞ്ഞു? അയാള് ബുദ്ധന്റെ കാലത്തുണ്ടോ? ഇല്ലെങ്കിൽ അയാൾ എവിടുന്ന് കേട്ടു? പോരാ, ഈ കേട്ടു 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 എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരുടെ മുഴുവനും ചരിത്രം അവൈലബിൾ ആവണം. ആ ചരിത്രം നമ്മൾ പരിശോധിക്കും. ഇതിലെങ്ങാണ്ടും കളവ് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് തട്ടു. 7 ആളെ കൂട്ടത്തിൽ ഒരാള് കളവ് പറയാണെന്ന് നോക്കുക, 6 ആള് ഉഷാറാണ്. എന്നാലും കളവ് പറഞ്ഞ ഒരാൾ അതിൽ പെട്ട നമ്മളാണ് മാറ്റിയേക്കും, തെളിവിനെടുക്കൂല. ഇങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ഒരു വിശ്വാസത്തിൽ നിൽക്കണ്ടോ? ഇല്ലെങ്കിൽ ഇസ്ലാം അല്ലാതെ. അപ്പൊ ഇതും തെളിവാണ്. ഇത് തെളിവല്ല എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങൾ മുഴുവൻ നിഷേധിക്കേണ്ടി വരും. പഞ്ചേന്ദ്രിയ മാത്രമല്ല തെളിവ്, ബുദ്ധി മാത്രമല്ല തെളിവ്, ചരിത്രം തെളിവാണ്. ചരിത്രം തെളിവല്ലെങ്കിൽ ഇന്ത്യന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നുള്ളതിന് അക്കലിയായ തെളിവുണ്ടോ? ബുദ്ധി ഒരാളിങ്ങനെ നോക്കട്ടെ, ഞാൻ ചിന്തിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് കിട്ടുമോ? അത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ഈ സദസ്സിൽ ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്? ലോകത്താരയിലുണ്ട്? പഞ്ചേന്ദ്രിയം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ എന്നുള്ളത് പാർലമെന്റ് പോയിട്ട് തൂണ് മണത്താ കിട്ടുമോ? പിടിച്ചാ കിട്ടുമോ? ഇല്ല. അത് പഞ്ചേന്ദ്രിയം കൊണ്ട് കിട്ടണല്ല, അത് ബുദ്ധി കൊണ്ട് കിട്ടണല്ല. പിന്നെ അത് ചരിത്രാണ്. ചരിത്രം നിഷേധിച്ചാ ഒക്കെ നിഷേധിക്കേണ്ടി വരില്ലേ? ഇത് 3 ഇസ്ലാമിൽ തെളിവാണ്. ഇതേതാ ചരിത്രം? ഞാൻ ഇന്നലെ പറഞ്ഞതിന് ബാക്കി എന്ന് ഈ ആയത്തടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത്. നമുക്ക് പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും, സിറാത്ത് വാലൊന്നും ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ചരിത്രമുണ്ട്. ആ ചരിത്രം ഈ വിഷയങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തുടങ്ങിയത് 40 കൊല്ലം സമൂഹത്തിൽ പ്രോജ്വലിച്ച് നിലനിന്നിട്ട് സത്യമല്ലാതെ പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും അടയാളപ്പെടുത്തിയ ജാഹിലിയ വേഴ്ചകളിൽ ഒരു തോന്നിവാസം അശേഷം പോലും വിശുദ്ധ ജീവിതത്തിൽ കലരാത്ത, ശത്രുവിനോടും മിത്രത്തോടും രാത്രിയും പകലും തമാശക്കും കാര്യത്തിനും വ്യംഗ്യമായോ വ്യക്തമായോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ കളവിന്റെ ഒരക്ഷരം പോലും പറയാത്ത സത്യസന്ധരിൽ സത്യസന്ധനായ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇതാണ് നമ്മളെ തെളിവ്. മുത്തനബി പറഞ്ഞു. അതാണ് ആദ്യം അവിടെ പറഞ്ഞത്. ആമന റസൂലു
ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി. ഇത് ആധാരമാണ്. പിന്നെയാണ് മറ്റുള്ളത് പറഞ്ഞത് വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അത് പിന്നീട് പറഞ്ഞതാണ്. കാരണം ഏത് വിശ്വാസങ്ങളുടെയും ഫൗണ്ടേഷൻ, അസ്തിത്വം, അടിത്തറ, ആധാരം, ഏതിന്റെയും ന്യൂക്ലിയസ്, കേന്ദ്രബിന്ദു മുഹമ്മദുർ റസൂൽ. ഇതിങ്ങനെ ആവർത്തിച്ച് പറയാൻ, ഇത് അരക്കിട്ടുറപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് യുക്തിവാദികൾ കൂടും, ഒരു സംശയം വേണ്ട. ഇപ്പൊ അടുത്തൊരു യുക്തിവാദി എന്നോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എല്ലാത്തിനും ഒരാള് വേണം, ആ ആളാണ് അള്ളാഹു എന്ന് പറയണ്ടല്ലോ, അപ്പൊ അള്ളാഹിനെ സൃഷ്ടിച്ച ആരാന്ന് വെച്ചു. ഇതാണ് ചോദ്യങ്ങൾ. ഇപ്പോ ഞാൻ തിരിച്ചാ കുട്ടിനോട് ചോദിച്ച് വേറെ ചോദ്യം. ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരുണ്ടാക്കണ പിന്നെ യന്ത്രമനുഷ്യണ്ടല്ലോ, റോബോട്ടുകളൊക്കെ ഇപ്പൊ ഒരുപാട് മനുഷ്യന്മാരുണ്ടാക്കി. മനുഷ്യന്മാരെ പോലെ പണിയെടുക്കുന്നുണ്ട്, മനുഷ്യന്മാരെ പോലെ യാത്ര ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാരെ പോലെ സോക്കട ആൾക്കാർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന ആശുപത്രിയിലൊക്കെ ചിലപ്പം മനുഷ്യ ഡോക്ടർ ഉണ്ടാവില്ല, ഇതായിരിക്കും പ്രവർത്തിക്കുക. അപ്പൊ ഞാൻ ചെയ്യും, ആ ഏതെങ്കിലും ഒരു യന്ത്രം മനുഷ്യന്, അവനെ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ആ മനുഷ്യന്റെ യാഥാർത്ഥ്യത്തെ ആ യന്ത്ര മനുഷ്യന് പറയാൻ കഴിയോ? മനുഷ്യൻ എന്നതിന്റെ യാഥാർത്ഥ്യത്തെ പറയാൻ ലോകത്തെ ഏതെങ്കിലും യന്ത്ര മനുഷ്യന് കഴിയോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ്. നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ ആ സാധനത്തിനോട് നമ്മളെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് പറയാൻ കഴിയില്ല. നമ്മളുണ്ടാക്കിയത് പടച്ചവനാണ്. പടച്ചവന്റെ യാഥാർത്ഥ്യത്തെ പറയാൻ നമുക്ക് കഴിയില്ല. സൃഷ്ടിയെക്കുറിച്ചാണ് സൃഷ്ടാവ് ആരാന്ന് ചോദിക്കുക, സൃഷ്ടാവിനെ കുറിച്ച് പിന്നെ അതിന്റെ സൃഷ്ടാവ് ആരാന്ന് ചോദിച്ചാൽ ആ ചോദ്യം അങ്ങനെയാണ് പോവും, അറ്റല്ലാതെ പോവും. അപ്പൊ എനിക്ക് അംസാജി അവിടുന്ന് ഒരാൾക്ക് 10 രൂപ കൊടുത്തു. അപ്പൊ അംസാജിക്കാരാ 10 രൂപ കൊടുത്തത്? ഇയാൾക്കാരാ കൊടുത്തത്? ഇയാൾ ഇങ്ങനെ പോവാ. ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണ്ടേ? എവിടുന്നോ ഒരു സ്ഥലത്ത് ഒരാൾ ഒരു പൈസ കൊടുത്തിട്ടല്ലേ അത് അവിടെ എത്തിയത്. ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണ്ടേ? അത് നിർത്തും. എവിടെ? ആ അറ്റത്തിരിക്കണ അതും ഹംസാജി തന്നെയാണല്ലോ അല്ലേ? അത് രണ്ടും ഹംസാജി അല്ലേ? ആ അറ്റത്ത് ഹംസാജിന്റെ അടുത്ത് നിർത്തണം. അവിടുന്ന് ആള് കൊടുത്ത് കിട്ടി ചങ്ങലായിട്ട്. അപ്പൊ ഇനി ഒരാൾ ചോദിക്കാം, ആ ഹംസാജിക്കാരെ കൊടുത്ത് അത് ചുമര് കൊടുത്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഹംസാജിക്കാരും കൊടുത്തല്ല, മൂപ്പരും ഇങ്ങോട്ട് കൊടുത്ത് അങ്ങനെ വന്ന് അവിടെ എത്തിയതാ. എന്നപോലെ ഇതാരാണ്ടാക്കിയത്? ഭൂമി ഒരു ചക്ക കിട്ടിയ ചക്ക ആരുണ്ടാക്കിയത്? ചക്കക്കുരു എന്നാണ് ചക്ക വന്നത്. ആ ശരി. അപ്പൊ അത് പ്ലാവ് ഭൂമി പടച്ചുണ്ടാക്കി. ഇനിയിപ്പോ പടച്ചവനാരുണ്ടാക്കിയെന്ന് വെച്ചാൽ ഹംസാജിക്കാരാ പൈസ കൊടുക്കുന്ന കാര്യമാണ്. ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് പോരണ്ടേ? ഇത് ഉണ്ടായല്ലോ. പുത്തൻതെരുന്ന് ലാസ്റ്റ് കോഴിക്കോട്ടേക്ക് വേണ ബസ് ഏതാ? 9:30 എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് പിന്നെ ഏതാ പോണെന്ന് വെച്ചാൽ ലാസ്റ്റ് പോണതിന് ശേഷം പിന്നെ ഉണ്ടാവും. എല്ലാത്തിന്റെയും ആദ്യം അള്ളാഹുവാണ്. പിന്നെ അതിന്റെ ആദ്യം ആരാന്ന് നോക്കുക? അള്ളാഹു ഖാലിഖാണ്, ഹൽക്കല്ല. ഹൽക്കിനെ കുറിച്ചുള്ള ചോദ്യം ഖാലിഖിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. അതൊരു ബുദ്ധിയല്ലേ? അത് ആർക്കും തിരിയുന്ന ബുദ്ധിയല്ലേ? ഹൽക്കിനെ കുറിച്ചുള്ള ചോദ്യം ഖാലിഖിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. എന്റെ മോനോട് ഒരാൾക്ക് ചോദിക്കാം അല്ലെ? അല്ലെങ്കിൽ എന്നോട് ഒരാൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കാം. ഞാൻ പറയും എനിക്ക് 4 മക്കളുണ്ടെന്ന്. ഇനി വേണമെങ്കിൽ എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിക്കാം. ഞാൻ പറയും ഒരു ഭാര്യ എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ ആവേശത്തിൽ കേൾക്കാൻ നിൽക്കണ എത്ര ഉണ്ട് എന്ന് പറയുന്ന ചോദിച്ചാൽ ഒന്നെന്നെ ഉള്ളൂ. അല്ല, ഒരു ഭാര്യ ഉണ്ട് എന്ന് പറയും. ഇതൊക്കെ ചോദ്യമാണ്. അതൊക്കെ ഓരോ ചോദ്യമാണ്. നേരെ മറിച്ച് ഒരാൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ഉമ്മ ഉണ്ട് എന്ന് ചോദിക്കാൻ പറ്റും. അത് ചോദ്യമാണോ? അല്ല, അതൊരു ചോദ്യം. എത്ര ബാപ്പുണ്ടെന്ന് ചോദിക്കാൻ പറ്റും? അത് ചോദ്യം. കാരണം അത് ഉറപ്പല്ലേ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ചോദ്യം ആദ്യം ശരിയായി കിട്ടണ്ടേ? ഹൽക്കിനെ കുറിച്ച് ചോദിക്കാം, അത് ആരാ ഉണ്ടാക്കിയത്. ഈ ചോദ്യം ഖാലിഖിനെ കുറിച്ച് ചോദിച്ചാൽ ഒരാളോട് എനിക്ക് എത്ര വാപ്പുണ്ടെന്ന് ചോദിക്കും പോലെയാണ്. ഒരു വാപ്പല്ലേ ഉണ്ടാവുള്ളൂ. ഖാലിഖിന് പിന്നെ ഖാലിഖ് ഉണ്ടാവില്ലല്ലോ. 10ന്റെ അവിടുന്ന് എങ്ങനെ പോരാ? 9, 8, 7, 6, 5, 4, 3, 2, 1. പിന്നെ അതിന്റെ അപ്പുറത്തെ എണ്ണാൻ പറഞ്ഞാൽ അറ്റത്തെ ഒരു സംഗതി ഉണ്ടല്ലോ, പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. അത് ഉറപ്പല്ലേ? അത് ഏത് കാര്യത്തിലും അങ്ങനെയല്ലോ. എങ്കിൽ പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പിന്നെ അല്ലാഹനെ ആരോ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അറ്റമില്ലാതെ പോകുന്നതാണ്. ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റൂല. ഉണ്മ എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ്. ഒന്ന്, ഒരു സാധനത്തെ കുറിച്ച് മുംകിൻ എന്ന് പറയും, മറ്റൊന്ന് മുഹാൽ എന്ന് പറയും, മറ്റൊന്ന് വാജിബുൽ വജൂദ് എന്ന് പറയും. ഞാൻ മലയാളം പറയാം. മുംകിൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടാവാതിരിക്കും ചെയ്യാം അല്ലേ? ഈ പള്ളി ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. അങ്ങനെ ഉണ്ടായതല്ലേ? അല്ല, അങ്ങനല്ലേ? ഈ പള്ളി ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. ഈ പ്രപഞ്ചം ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. പിന്നെ ഉണ്ടായതല്ലേ?
ഇനി ഉണ്ടാൻ പാടില്ലാത്ത ഉണ്ട് ഉജൂദ്. അതേതാ? അത് ഉണ്ടാൻ പാടില്ലാത്ത ചതുരത്തിലുള്ള ത്രികോണം ആരെങ്കിലും കൊടുന്നേരോ? കുടുങ്ങിയോ? കുറച്ച് ബുദ്ധിയൊന്നും തുറക്കണം കേട്ടോ, കുറച്ചൊന്നും തുറക്കണേ. ഞാൻ സറലക്കായത് പോലുള്ള വലിയ വലിയ കിതാബിലെ കാര്യങ്ങൾ ആമന്ന റസൂലൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് മലയാള ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം വെച്ചിട്ട് തരികയാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിക്കാം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചതുരത്തിലുള്ള ഒരു ത്രികോണം എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കസേരന്റെ അടിയിൽ നിന്ന് 10,000 കോടിപ്പാണ്ട് എണ്ണി തരും. ഇത് വെല്ലുവിളിയാ. ചതുരത്തിലുള്ള ത്രികോണങ്ങൾ ആരെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഈ ഇരുന്ന കസേര, ആരും കസേരന്റെ അടിക്ക് നോക്കണ്ട, അവിടെ ഒന്നുമില്ല, ഇതിന്റെ അടിയിൽ നിന്ന് ഞാൻ നിങ്ങളെ ചോദിക്കണ പൈസ ഉണ്ട്. ചതുരത്തിലുള്ള ത്രികോണം ഉണ്ടാവോ? അപ്പൊ ഉണ്ടാവാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്, അത് ഉണ്ടാവൂല, അവൈലബിൾ അല്ല, അത് അങ്ങനെ ഉണ്ടാവൂല. റബീഉൽ അവ്വൽ റമളാൻ ഒപ്പം വരുമോ? സംഗതി ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ തന്നെയാണ്. പക്ഷെ അള്ളാന്റെ കുദ്റത്തും അതേറ്റ് താല്ലുക്കാവൂല. കാരണം അതങ്ങനെ സംഭവം ഉണ്ടാവൂല. അത് അഖ്ലിയ മുഹാലെന്ന് ഞങ്ങൾ പറയും. അങ്ങനെ സംഭവം ഉണ്ടാവൂല. അപ്പൊ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഒരു സംഗതി ഉണ്ട്, ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഗതി ഉണ്ട്. ഞാൻ മൂന്നാമത്തൊന്നുണ്ട്, ഉണ്ടാവൽ നിർബന്ധമായൊരു സംഗതി ഉണ്ട്. അതൊന്ന് മാത്രമേ ഉള്ളൂ, വാജിബുൽ വജൂദ്. അത് അല്ലാഹുവാ. ഇത് രണ്ടെണ്ണത്തിന് സ്വീകരിക്കുന്ന ആള് മൂന്നാമത്തേന് എങ്ങനെ തള്ളുക? മൂന്നാമത്തും സ്വീകരിക്കപ്പെടേണ്ടതല്ലേ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഒന്ന് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഉണ്ടാവൽ നിർബന്ധമുള്ള ഒരു ശക്തി. ആ ശക്തി പടച്ചോനാണ്. അത് ഇർശായല്ല, പാമ്പല്ല, സൂര്യനല്ല, അത് ചന്ദ്രനല്ല, നക്ഷത്രങ്ങളല്ല, മലക്കുകളല്ല, ദേവദേവികളല്ല, അത് പ്രതിഷ്ഠകളല്ല, ബിംബങ്ങളല്ല, രൂപഭാവങ്ങളല്ല, വ്യക്തിയല്ല, ശക്തിയല്ല. അത് ഖാലിഖായ ശക്തി മാത്രമാണ്. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. എല്ലാ മുഅ്മിനീങ്ങളും ഈ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, റബ്ബിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, അവന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, അവന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. ആദ്യം മുത്തുനബി എന്ന ആധാരത്തെ പരിചയപ്പെടുത്തി, പിന്നീട് തുടർന്ന് വേറെയുള്ള വിശ്വാസികളെയും പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം രക്ഷയ്ക്കുള്ള അടിസ്ഥാനം വിശ്വാസമാണ്. അഖീദ ഇല്ലെങ്കിൽ രക്ഷയില്ല, അത് കാർഡാണ്. കാർഡില്ലാതെ പോയാൽ ആനുകൂല്യം കിട്ടില്ല. ചിലർ പറയും നല്ല കാര്യങ്ങൾ ചെയ്താൽ പോരാ, റേഷൻ കടയിൽ പോയിട്ട് കാര്യമില്ല, റേഷൻ കാർഡ് കാണിക്കണം. എയർപോർട്ട് പോവാ, ടിക്കറ്റ് ഇല്ലാതാണ്ട് വിടൂല, ഞാൻ MLA എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ആധാരം കാണിക്കണം. ഞാൻ ഇന്ന കുടുംബത്തിലെ വലിയ ആളാണ്, ഞാനല്ലേ എയർപോർട്ടിന് കുറെ പൈസ തന്നത്, എന്റെ മണ്ണല്ലേ എപ്പോഴും ലോറി അടിച്ചു കൊണ്ടുവരുന്നത്, ഞാൻ മണ്ണ് നിന്നിട്ടല്ലേ ഈ ഭാഗങ്ങളൊക്കെ വികസിപ്പിച്ച്. അതൊന്നും പറയാം, അവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, അവിടെ മാഞ്ഞാളം പറയണ്ടേ. ആഖിറത്ത് പോയിട്ട് രക്ഷ വേണോ? അഖീദ എന്ന പേപ്പർ ക്ലിയർ ആവും. അതുകൊണ്ട് ആദ്യം ഇതിലെ അഖീദയാണ് അരക്കിട്ടുറപ്പിച്ച് ആണ് മേടി പറയുന്നത്. ഇത് ആടുന്ന കാലാണ്, ഇത് ആടുന്ന കാലാണ്. യുക്തിവാദികൾ ആട്ടാണ്. അപ്പൊ അവരെ അള്ളാഹിനെ കുറിച്ച് വല്ലാതെ പറഞ്ഞില്ല, റസൂലുള്ളാഹിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പൊ അതിനൊന്ന് കല്യാണം കഴിച്ചില്ലേ? അത് വേണേ നമുക്ക് റസൂലുള്ളാഹിന്റെ ഈ കാര്യം ആധാരമായി പരിചയപ്പെടുത്തിക്കൊണ്ട് നാളെ പറയാം. അങ്ങനെ ആയാൽ പറ്റൂല്ലേ? മാനവരിൽ മഹോന്നതെന്ന് പറയണോ? എന്തൊക്കെ തോന്നിയാസങ്ങൾ, ഒന്നും പഠിക്കൂല്ല. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. വിശ്വാസം പതറുന്ന തീർന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. ആമന റസൂൽ നമ്മൾ മിഞ്ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, ഒരാഴ്ചയെങ്കിലും ആമന റസൂൽ വേണ്ടി വരും. ആ കൂട്ടത്തിലെ കാര്യം ആരും മറക്കരുത്. ഇത് പിശാചിന് ആട്ടാനുള്ള പരിചയമാണ് ആമന റസൂൽ. ചില മഹാന്മാർ പറഞ്ഞ് 4 ദിവസത്തിനിടയിൽ ഒരു തവണയെങ്കിലും ആമന റസൂൽ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവനെ പിശാച് വീടി കൂടുന്ന എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ഇടക്കിടക്ക് കണ്ണേറ് സീറ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആമന റസൂൽ ഓതലുണ്ടാവും. 4 ദിവസത്തിനിടയിൽ ഓതായിരുന്നത് പിടികൂടുന്നുണ്ടല്ലോ, അപ്പൊ ഓതുന്നുണ്ടാവില്ല, അപ്പൊ എന്തെങ്കിലും കയറുന്നുണ്ടാവും. ഇതെന്നും അങ്ങോട്ട് ഓതിയാൻ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇന്ന് ഈ ഹജ്ജ് ക്ലാസിന്റെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്, പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകൾ മാത്രം വേണമെങ്കിൽ ഇന്ന് ഈ വിനീതിന്റെ ക്ലാസ് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഹജ്ജ് എന്ന കാര്യത്തിൽ കുറിച്ച് മാത്രം 6 മണിക്കൂർ പ്രസംഗം പെരുന്തമല അപ്പുറം കരിങ്കല്ലത്താണ് ശരീഅത്ത് കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ചാൽ വിപുലമായി വലിയ പരിപാടിയായിട്ട് നടത്തണം എന്ന് അവർ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇലക്ഷൻ ആയതുകൊണ്ട് പെർമിഷന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്
അത് 300-350 ആളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് വരുന്ന ആളുകളുടെ നമ്പർ എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവര് പിന്മാറണ്ട. ഞാൻ ആർക്കെങ്കിലും വരണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാനണ്ട് വിളിച്ചു പറയും. എന്തിനു വെച്ചാൽ ഭക്ഷണം തയ്യാറാക്കാൻ. ആരും ഭക്ഷണത്തിന് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, അതിന് മേടിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ പോരി, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ എണ്ണ അവിടെ പറഞ്ഞിങ്ങനെ എല്ലാവർക്കും ഉച്ചഭക്ഷണം അവിടെ റെഡി ആയിരിക്കും. പിന്നെ ഇനി ക്ലാസ് വൈകുന്നേരം കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം ഉണ്ടാവുന്ന വെച്ചിട്ട് അവിടെ അങ്ങനെ ചൊറിഞ്ഞിക്കരുത്, മനസ്സിലായാലും. ഉച്ചഭക്ഷണം എല്ലാവർക്കും റെഡി ആയിരിക്കും. അത് കഴിഞ്ഞാൽ തമാശ അറിഞ്ഞ കേട്ടോ, അത് കഴിഞ്ഞാൽ എല്ലാവർക്കും പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പോകുന്ന ആളുകൾക്ക് നന്നായി പഠിച്ച് അനുഭവിച്ച് മനസ്സിലാക്കി പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട KVS പിന്നെ 19-ാം തീയതി അവർക്കല്ലേ, നിങ്ങൾക്ക് 19-ാം തീയതി അല്ലേ എത്തിയേ? 19-ാം തീയതി അല്ലേ പറഞ്ഞു? അവർ ഏകദേശം 19-ാം തീയതി പോകുന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഫാമിലിയായിട്ട് പോകുന്ന ആളാണ്. അതുപോലെ അവരെ കൂടെ പോകുന്നവര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പോകുന്ന മുഴുവൻ ആളുകൾക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്കും മർളിയായ സിയാറത്തിനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ അല്ലാഹു തആല പല പ്രാവശ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അവിടെ എത്തിയിരിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് തവണ അവിടെ പോയി അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ അമാലുകൾ പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് എന്തെല്ലാമാണോ തടസ്സങ്ങളുള്ളൊക്കെ നീക്കിയിട്ട് അള്ളാഹു സൗകര്യം ചെയ്തിട്ട് ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, നമ്മുടെ മിന്നാന്ന് മരിച്ചുപോയ ബാവാക്കാന്റെ പേരിൽ ചായം ചെയ്യുന്നതൊക്കെ അവരുടെ മക്കൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പള്ളിയുമായിട്ടും ദീനീ സേവനങ്ങളുമായും വലിയ ബന്ധമുള്ള റജുലുൻ സ്വാലിഹായിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ. ഇവർ നൽകുന്ന ചീർണിയുടെ സവാബ് അള്ളാഹു തആല അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു ആഘോഷമാക്കി കൊടുക്കട്ടെ, അനുഗ്രഹത്തിന്റെ ആരാമമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലൊക്കെ തെറ്റുകുറ്റകൾ ഉണ്ടെങ്കിൽ അള്ളാഹു തആല പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ, മാഫായി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ പറഞ്ഞോൻ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്നെ മനസ്സിലാവാനുള്ള, നിന്നോട് അടുക്കാനുള്ള, നിന്നിലേക്ക് ഓടി വരാനുള്ള ക്ലാസുകളായി സദസ്സുകളായി ഇരുത്തമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബിൽ നീയുമായി ബന്ധപ്പെട്ട ഒരു വെളിച്ചം നൽകണേ അല്ലാഹ്, തെളിച്ചം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നിന്റെ ഓർമ്മയിൽ കെലിമ ചൊല്ലിച്ചിട്ടാക്കി തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കൽബ് മാരിഫത്തിന്റെ കേന്ദ്രമാക്കി തരണേ അല്ലാഹ്, മഹബത്തിന്റെ വേദിയാക്കി തരണേ അല്ലാഹ്, നന്മകളുടെ പാത്രമാക്കി തരണേ അല്ലാഹ്, തിന്മകളിൽ നിന്ന് കൽബ് മുക്തമാക്കി തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഹിർസു, ജിബ, അദാവത്ത്, ശഹവത്ത്, വിദഅത്ത്, ഖവാത്തിറുകളൊക്കെ കൽബിൽ നിന്ന് എടുത്തൊഴിവാക്കി തരണേ അല്ലാഹ്. ഇരുമ്പിന്റെ കീടങ്ങളെ ഉരുക്കും പോലെ ഈമാന് കൊണ്ട് ഞങ്ങളുടെ ഹൃദയ കീടങ്ങളെ നീ ഒരുക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സൗണ്ടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ സൗണ്ട് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. രുചിയില്ലാതെ നാക്കും തൂക്കി ഇതുവരെ രുചി അറിയാതെ കൊല്ലങ്ങളോളം കഷ്ടപ്പെടുന്ന ആളുകളുടെ കുടുംബക്കാർ വിശ്വാസത്തിലുണ്ട്. അവരുടെ നാവിന് നീ രുചി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, കണ്ണിന് കാഴ്ച മങ്ങിയ ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്ക് കാഴ്ച കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ അന്ധതയിൽ നിന്നും അന്ധ്യതയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. കടത്തിൽ കുടുങ്ങിയവർക്ക് സാമ്പത്തിക ഐശ്വര്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, പല പദ്ധതികളും മനസ്സിൽ വെച്ച ആളുകൾക്ക് അവരുടെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടലിലും കരയിലും ഇറങ്ങി കുടുംബത്തെ പോറ്റാൻ അധ്വാനിക്കുന്ന ആളുകളാണ്, കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. അള്ളാഹു, നിന്റെ ഖജനാവ് തുറന്നേറിനെ അല്ലാഹ്, നിന്റെ വിഭവങ്ങൾ തുറന്നേറിനെ അല്ലാഹ്. ഞങ്ങളെ പട്ടിണിയിലാക്കല്ലേ അല്ലാഹ്, രോഗത്തിലാക്കല്ലേ അല്ലാഹ്, ദോഷത്തിലാക്കല്ലേ അല്ലാഹ്, പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാഹ്, അപകടത്തിൽപ്പെടുത്തല്ലേ അല്ലാഹ്, അപകട മരണം വിധിക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولمن دفنوا حوالينا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا ومنهم ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. ബാവക്കാന്റെ പേരിൽ ചായം ചെയ്യുന്നുണ്ട്, അത് കുടിച്ചിട്ട് പോയി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.